ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് കനത്ത പ്രഹരം. അന്വേഷണത്തിന് ഇനി ഇഡിയും. കേസിന്റെ എല്ലാ രേഖകളും ഇഡിക്ക് കൈമാറണമെന്ന് കൊല്ലം വിജിലൻസ് കോടതിയുടെ നിർണായക ഉത്തരവ്. നടപടി SITയുടെ കടുത്ത എതിർപ്പ് തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റർ N വാസുവിന് ജാമ്യമില്ല. വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മുരാരി ബാബുവിനും KS ബൈജുവിനും ജാമ്യം നിഷേധിച്ച് കോടതി വിധി. പോറ്റിയെ പാട്ടിൽ കേസെടുത്തതിൽ വിമർശനം കടുത്തതോടെ സർക്കാരിന്റെ ടേൺ. എടുത്ത കേസുകൾ പിൻവലിച്ചേക്കും. തുടർ നീക്കങ്ങൾ മരവിപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി എന്ന് ഗായകൻ ഡാനിഷ് മുഹമ്മദ്. എന്നെ സംബന്ധിച്ച് നമുക്കൊന്നൊരു വർക്ക് അത് ചെയ്തു. അതിൽ അത്തരത്തിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ഇല്ല എന്ന് അന്നും ഉറപ്പായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആയതുകൊണ്ടാണല്ലോ കേസ് പിൻവലിച്ചത്. അതിലുള്ള സന്തോഷം. പോറ്റിയെ ഗാനവിവാദത്തിൽ മെറ്റയ്ക്ക് കത്തയച്ച പ്രതിപക്ഷ നേതാവ്. പാട്ടിന്റെ ലിങ്കുകൾ നീക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമെന്ന് VD സതീശന്റെ കത്ത്. കോടതി നിർദ്ദേശമില്ലാതെ ലിങ്കുകൾ നീക്കരുതെന്നും ആവശ്യം. കേസുമായി മുന്നോട്ടു പോയാൽ CPIM നേതാക്കളുടെ വീടിന് മുന്നിൽ പാട്ട് പാടുമെന്ന് K മുരളീധരൻ. പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി അനുമതിയിൽ സർക്കാരിന് കനത്ത പ്രഹരം. പ്രാഥമിക അനുമതി റദ്ദാക്കി ഹൈക്കോടതി. അനുമതി നൽകിയത് കാര്യമായ പരിശോധന നടത്താതെ എന്ന ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ്. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. എറണാകുളത്തെ പോലീസ് ഗുണ്ടായിസത്തിന്റെ കൂടുതൽ നടുക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കൈക്കുഞ്ഞുമായി എത്തിയ ഗർഭിണിയെ സ്റ്റേഷനിൽ നിന്ന് ആട്ടിയിറക്കി പോലീസ്. യുവതിയുടെ ഭർത്താവ് പോലീസുകാരുടെ കാല് പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ. പ്രതാപ് ചന്ദ്രനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കരുതെന്ന് യുവതി. നടപടിയെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ബാക്കി നമ്മൾ നിയമപരമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും. ഈ നടപടിയിൽ സംതൃപ്തരാണോ? അല്ല. എറണാകുളത്ത് ഗർഭിണിയെ മർദ്ദിച്ച SHOയ്ക്കെതിരെ പരാതി പ്രളയം. പ്രതാപചന്ദ്രനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത് 3 തവണ. പ്രതാപചന്ദ്രൻ അകാരണമായി മർദ്ദിച്ചെന്ന് കാക്കനാട് സ്വദേശി റെനീഷ് ന്യൂസ് മലയാളത്തോട്. ഞാൻ പറഞ്ഞു എന്തിനാണ് എന്നെ തല്ലണേന്ന് ചോദിച്ചാൽ അയാൾക്ക് തല്ലി ഇൻട്രസ്റ്റ് ആയി തോന്നുന്നു. ഭയങ്കര ഒരു ഹരത്തോട് ലഹരിയാന്ന് തോന്നുന്നു തല്ലണത്. പ്രതാപചന്ദ്രന്റെ മർദ്ദനമേറ്റവരിൽ യുവനടനും. ഗർഭിണിയെ മർദ്ദിച്ച ദൃശ്യങ്ങളിലൂടെ എല്ലാ പോലീസുകാർക്കെതിരെയും വകുപ്പ് തല നടപടിക്ക് സാധ്യത. ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി എറണാകുളത്തെ കാക്കി ക്രൂരത. ക്രിമിനൽ പോലീസിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രി എന്ന് VD സതീശൻ. ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചെന്ന് രമേശ് ചെന്നിത്തല. ക്രൂരതയുടെ ഉത്തരവാദി പിണറായി എന്ന് KC വേണുഗോപാൽ. തിരുവനന്തപുരത്ത് വിവാഹം മുടക്കി ബ്ലേഡ് മാഫിയയുടെ ഭീഷണി. കാൽവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി പ്രതിശ്രുത വരൻ. മനംനൊന്ന് ജീവനൊടുക്കാൻ ശ്രമിച്ച് പ്രതിശ്രുത വധു. കല്യാണം മുടങ്ങിയത് കൊല്ലം സ്വദേശി വിഷ്ണുവിന്റെയും കല്ലമ്പല സ്വദേശി കാജലിന്റെയും. 4 പേർക്കെതിരെ കേസ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ ഉടൻ. സർക്കാർ അനുമതി തേടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇന്ന് കത്ത് നൽകും. പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ അപ്പീൽ സമർപ്പിക്കാൻ തിരക്കിട്ട നീക്കം. ദിലീപിനെതിരെ സംസാരിച്ചതിന് ഭീഷണിയെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി. മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന് ഫോൺ വിളിച്ച് ഭീഷണി. വിദേശത്ത് നിന്നടക്കം ഫോണിൽ അസഭ്യവർഷമെന്നും പരാതി. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മുന്നണി മാറ്റ ചർച്ചകൾക്കിടെ BDJSനെ LDFിലേക്ക് സ്വാഗതം ചെയ്ത് ആലപ്പുഴ CPIM.
പിന്നോക്കക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രസ്ഥാനം ഇടതിനൊപ്പം നിൽക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി. സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയാൽ തീരുമാനമെടുക്കാമെന്നും ആർ നാസർ ന്യൂസ് മലയാളത്തോട്. അവർ പിന്നോക്കക്കാരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കാൻ പോകണമെങ്കിൽ അവരങ്ങനെയല്ല, അവിടെ നിൽക്കേണ്ടവരല്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ നിൽക്കാൻ പറ്റുള്ളൂ. അവർക്ക് അങ്ങനെ നിന്നാൽ മാത്രമേ അവർക്ക് പിന്നോക്കക്കാരുടെ ഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ. ജിഫ്രി തങ്ങൾ നയിക്കുന്ന സമസ്ത ശതാബ്ദി സന്ദേശയാത്രയിൽ ചേരിപ്പോര്. യാത്ര ബഹിഷ്കരിച്ച് ലീഗ് അനുകൂലികൾ. സമ്മേളന പ്രവർത്തനങ്ങൾ വിഭാഗീയമെന്ന വിമർശനം. ലീഗ് വിരുദ്ധനായ ഉമർ ഫൈസി മുക്കത്തെ യാത്രയുടെ ഡയറക്ടറാക്കിയതിൽ കടുത്ത അതൃപ്തി. പതാക കൈമാറ്റം പാണക്കാട് വെച്ച് നടത്താത്തതിലും അമർഷം. കൈക്കൂലി കേസിൽ DIG വിനോദ് കുമാറിന് കുരുക്കുമുറുകുന്നു. വിനോദിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയത് ലക്ഷങ്ങളെന്ന് കണ്ടെത്തൽ. 2023 മുതലുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചു വിജിലൻസ്. ഫോൺ വിവരങ്ങൾ ആവശ്യപ്പെട്ട് ടെലികോം കമ്പനികൾക്ക് കത്ത്. ജയിലുകളിൽ ദുരൂഹ സന്ദർശനം നടത്തിയതിനും തെളിവ്. സർക്കാർ വിരുദ്ധ സമര നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ വീണ്ടും സംഘർഷഭൂമിയായി ബംഗ്ലാദേശ്. ഹാദിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങി ആയിരക്കണക്കിന് യുവാക്കൾ. ചിറ്റേഗോങ്ങിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് നേരെയും ആക്രമണം. UAE ജനജീവിതം താറുമാറാക്കി കനത്ത മഴ. ദുബായിലും ഷാർജയിലും റോഡുകളിൽ വെള്ളക്കെട്ട്. വടക്കൻ എമിറേറ്റുകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ട്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മുംബൈയിലെ ഭയാൻദർ ഈസ്റ്റിലെ ഫ്ളാറ്റിലേക്ക് ഓടിക്കേറി പുലി. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ശ്രമം. ബംഗളൂരുവിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് ഹോളോ ബ്രിക്സ് തലയിൽ വീണ് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് കെട്ടിടത്തിന് സമീപത്തെ താൽക്കാലിക ഷെഡിൽ താമസിച്ചിരുന്ന കുട്ടി. കൂടെയുണ്ടായിരുന്ന 2 കുട്ടികൾക്കും സ്ത്രീക്കും പരിക്ക്. എപ്സ്റ്റീൻ ഫയലുകളിലെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഡെമോക്രാറ്റുകൾ. രേഖകളിൽ നോം ചോംസ്കിയും ബിൽ ഗേറ്റ്സും അടക്കം പ്രമുഖരുടെ ചിത്രങ്ങൾ. ചർച്ചയായി ഒരു സ്ത്രീക്കൊപ്പമുള്ള ബിൽ ഗേറ്റ്സിന്റെ ചിത്രം. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉടനെന്ന് ഡെമോക്രാറ്റുകൾ. സുഡാനിൽ വിമതസേനയായ RSFന്റെ നടുക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ഐക്യരാഷ്ട്രസഭ. കഴിഞ്ഞ ഏപ്രിലിൽ 1000-ലേറെ പേരെ കൂട്ടക്കൊല ചെയ്തെന്ന് റിപ്പോർട്ട്. കൂട്ടക്കുരുതി അഭയാർത്ഥി ക്യാമ്പിൽ. UN റിപ്പോർട്ട് അതിജീവിതരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ. വർഗീയ ശക്തികളെ നേരിടാൻ കഴിയാത്തത് തദ്ദേശ തോൽവിക്ക് കാരണമെന്ന് വിലയിരുത്തി തൃശൂരിലെ CPIM. ക്രൈസ്തവ വോട്ടുകൾ UDFിലേക്ക് ഒഴുകി. മേയറുടെ പ്രവർത്തനവും പാർട്ടിയിലെ തർക്കങ്ങളും തിരിച്ചടിച്ചെന്ന് വിലയിരുത്തൽ. ഇടുക്കി CPIയിൽ പൊട്ടിത്തെറി. നേതൃത്വത്തോട് കലഹിച്ച് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് മുതിർന്ന നേതാവ് KK ശിവരാമൻ. ജില്ലയിലെ പാർട്ടിയുമായി യോജിച്ചു പോകാൻ കഴിയുന്നില്ലെന്നും ശിവരാമൻ. പാർട്ടിയെ നയിക്കുന്നത് നിക്ഷിപ്ത താൽപര്യക്കാർ. ഇടുക്കിയിൽ CPI തകർന്ന നിലയിലെന്നും ശിവരാമന്റെ വിമർശനം. പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ രൂക്ഷ വിമർശനവുമായി CPIM. തൊഴിലുറപ്പ് പദ്ധതിയിലെ ജനവിരുദ്ധ ബിൽ പാർലമെന്റിലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് ജോൺ ബ്രിട്ടാസ് MPയുടെ ചോദ്യം. നിർണായക ബിൽ പരിഗണിക്കുമ്പോൾ രാഹുൽ BMW ബൈക്ക് ഓടിക്കുകയാണെന്നും ബ്രിട്ടാസിന്റെ പരിഹാസം. തൊഴിലുറപ്പ് ഭേദഗതി ബിൽ പാസാക്കുന്നതിനെതിരെ ഇന്നും പാർലമെന്റിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം. ഇന്നലെ മേശപ്പുറത്ത് കയറി പ്രതിഷേധിച്ച കോൺഗ്രസ് MPമാർക്കെതിരെ നോട്ടീസ് നൽകി BJP. ശൈത്യകാല സമ്മേളനം അവസാനിച്ചു. കർണാടക നഞ്ചൻകോട് KSRTC ബസ് കത്തിയമർന്നു. ബംഗളൂരു കോഴിക്കോട് ബസ് പൂർണ്ണമായി കത്തി നശിച്ചു. ആളപായമില്ല. ഒഴിവായത് വലിയ ദുരന്തം. വാദങ്ങൾ അലയടിച്ച രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരശ്ശീല വീഴും. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ സമാപന സമ്മേളനം. മേളയിൽ ഉടനീളം വിദേശത്തായിരുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി പങ്കെടുക്കും. മേളയിൽ പങ്കെടുക്കാതിരുന്ന
പങ്കെടുക്കാതിരുന്നത് വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ടെന്നും റസൂൽ പൂക്കുട്ടി. ഭിക്ഷാടകർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് സൗദി അറേബ്യ. 2025 നാടുകടത്തിയത് 24,000 പാകിസ്ഥാൻ പൗരന്മാരെ. നാടുകടത്തപ്പെട്ടവരിൽ ചിലർ കുറ്റവാളികളെന്നും സൗദി. മാധ്യമപ്രവർത്തകനും പുലിസ്റ്റർ പുരസ്കാര ജേതാവുമായ പീറ്റർ ആർനെയ്റ്റ് അന്തരിച്ചു. അന്ത്യം 91 വയസ്സിൽ. യുദ്ധ റിപ്പോർട്ടിംഗിൽ ശ്രദ്ധേയൻ. തായ്വാനുമായി 1 ലക്ഷം കോടി രൂപയുടെ ആയുധ കരാറിൽ ഒപ്പിട്ട അമേരിക്ക. ആർട്ടിലറി റോക്കറ്റുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങാൻ ധാരണ. കരാർ യാഥാർത്ഥ്യമായത് നവംബറിൽ പ്രഖ്യാപിച്ച പ്രതിരോധ ബജറ്റിന് പിന്നാലെ. അർജന്റീന സ്പെയിൻ ഫൈനലിസിമ മത്സരം സ്ഥിരീകരിച്ച് സംഘാടകർ. മാർച്ച് 27 ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ പോരാട്ടം. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും യൂറോ കപ്പ് വിജയികളും ഏറ്റുമുട്ടും. മെസ്സി, ലാമിൻ യമാൽ പോരാട്ടത്തിന് കാത്ത് ലോകം.